ഹലോ എവരി വൺ, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. സെറ്റ്, കേടെറ്റ്, HSA, HSST, CTET, സയൻറ്റിഫിക് ഓഫീസർ, LP, UP തുടങ്ങിയ എക്സാംസിൻ്റെ പ്രിപ്പറേഷൻ കോച്ചിങ്ങിനോടൊപ്പം തന്നെ ടോസ് അക്കാഡമി UGC നെറ്റ്, CSIR നെറ്റ് തുടങ്ങിയ കോച്ചിങ്ങുകളും ആരംഭിക്കാൻ പോകുന്നു. ജൂൺ 2024 CSIR നെറ്റ് എക്സാമിന് വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനായി ഞങ്ങൾ ടെലഗ്രാം ക്വിസ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. സോ ഇന്ന് CSIR മാത്തമാറ്റിക്കൽ സയൻസ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്സ് CSIR നെറ്റ് മാത്തമാറ്റിക്കൽ സയൻസ്. സോ നമുക്ക് മാത്തമാറ്റിക്കൽ സയൻസിലെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നതിന് ഏതൊക്കെ പേപ്പറുകളാണ് നോക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് മെയിനായിട്ടും 4 പേപ്പറുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറുകൾ. 1 റിയൽ അനാലിസിസ്, 2 കോംപ്ലക്സ് അനാലിസിസ്, 3 ലീനിയർ ഓൾജിബ്ര ആൻഡ് 4 അബ്സ്ട്രാക്ട് ഓൾജിബ്ര. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ 4 പേപ്പറുകളായിരിക്കും. ഞാൻ രേഷ്മ MR. നമ്മൾ ഇന്ന് ആദ്യം ചെയ്യുന്നത് റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ് സെക്ഷൻസ് ഡിസ്കസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലംസിൽ ഒരുപാട് സെക്ഷൻസ് ഇൻക്ലൂഡിങ് ആയിരിക്കും, ഒരുപാട് റിസൾട്ടുകൾ കവർ ചെയ്യുന്നുണ്ടാകും. സോ ആ റിസൾട്ടുകളെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രോബ്ലംസിനെ ബേസ് ചെയ്ത് നിങ്ങൾ കൂടുതൽ സ്റ്റഡി ചെയ്യാനായിട്ട് ഓർക്കണം. ഓക്കെ, ആദ്യം നമുക്ക് റിയൽ അനാലിസിസ് നോക്കാം. നെറ്റ് ജൂൺ 2016 ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ലിമിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ലിമിറ്റിൻ്റെ ഒരു ഫോർമുല അറിയാമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ പ്രോബ്ലത്തിലും നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ആ പ്രോബ്ലം ബൈ ഹാർട്ട് ചെയ്യല്ല നമ്മുടെ ഉദ്ദേശം, അതിലുപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക് മനസ്സിലാക്കുക. എന്നാലാണ് നമുക്ക് ഇതുപോലെയുള്ള മോഡൽ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ആ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ലിമിറ്റ് 1/1 - 1/n² പവർ n എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാ നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുല. e⁻x ലിമിറ്റിന്റെ ഫോർമുലയുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ലിമിറ്റ് n → ∞ 1 + x/n പവർ n എന്ന് പറയുന്നത് e⁻x ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഫോർമുല ചെയ്യാമെന്ന് ഓർക്കണം. ഇവിടെ നോക്കുമ്പോൾ n പവർ n. ഓക്കെ, ആ n എന്ന് പറയുന്നത് → ∞ ആയിരിക്കണം. അതാണ് ഇവിടുത്തെ നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ n² ആണ്, പവർ n ആണ് വന്നിരിക്കുന്നത്. സോ നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമുക്കിവിടെ എന്തോ ടെക്നിക്ക് അപ്ലൈ ചെയ്താൽ മാത്രമാണ് പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് 1 - 1/n² പവർ n നമ്മൾ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 1 - 1/n² നമ്മൾ 1 + 1/n × 1 - 1/n എന്ന് കൊടുക്കും. ഏത് ഇക്വേഷനാണ്? a² - b² എന്ന് പറയുന്നത് a + b × a - b എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യും. പവർ n നമ്മൾ 2നെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ 1 + 1/n പവർ n എന്ന് പറയുന്നത് e⁻1 ആണ്. 1 - 1/n പവർ n എന്ന് പറയുന്നത് e⁻−1 ആണ്. ഇവിടെ ഈ x ആണ് വന്നിരിക്കുന്നത്. ആ എക്സിന് പകരമാണ് നമുക്കിവിടെ 1ഉം ഒരു സ്ഥലത്ത് എന്താണ് വന്നിരിക്കുന്നത്? -1ഉം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ e⁻1ഉം e⁻−1ഉം മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? e⁻0 കിട്ടും. അതായത് 1 ആയിരിക്കും അതിൻ്റെ ആൻസർ. സോ ഓപ്ഷൻ A ആയിരിക്കും നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്തു? ലിമിറ്റിൻ്റെ e⁻x ഫോർമുല അപ്ലൈ ചെയ്തു. 1 - 1/n² നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തു. അപ്പം നമുക്ക് ലിമിറ്റിൻ്റെ കുറേയധികം ഫോർമുലകൾ ഇവിടെ നമുക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. സോ ഇപ്പോൾ തന്നെ ലിമിറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റിസൾട്ടുകൾ, ഇതുപോലെയുള്ള ഫോർമുലകൾ പഠിച്ചിരിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അടുത്തത് സെയിം മോഡൽ തന്നെയുള്ള ഒരു പ്രോബ്ലമാണ് കേട്ടോ. ആ പ്രോബ്ലങ്ങൾ തമ്മിലുള്ളൊരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എക്സാമിന് ചെന്നിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബി പാർട്ടാണോ സി പാർട്ടാണോ എന്നുള്ളത്. പക്ഷെ നമുക്ക് ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബി പാർട്ടാണോ സി പാർട്ടാണോ എത്ര എണ്ണം കറക്റ്റ് ആണെന്നൊന്നും അറിയില്ല അല്ലേ. അപ്പോൾ നമ്മളെല്ലാ ഓപ്ഷൻസും ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോ ഓപ്ഷൻസും വെരിഫൈ ചെയ്യാനാണ് അല്ലേ. 1 + 1/n പവർ n+1 എന്ന് പറയുന്നത് n → ∞ ആവുമ്പോൾ ഇയിലോട്ട് പോകുമോ? അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ നമ്മളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കണം. ലിമിറ്റ് n → ∞ 1 + 1/n പവർ n+1 എന്താണെന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാവുന്ന ഫോർമുല e⁻x ഫോർമുല തൊട്ട് മുന്നേ പറഞ്ഞല്ലേ. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ ഇവിടെ n ആണെങ്കിൽ മേളിൽ n വന്നാൽ മാത്രമാണ് നമുക്ക് e⁻x ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ കിടക്കുന്നത് n+1 ആണ് അല്ലേ. അപ്പോൾ നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്യുക. 1 + 1/n പവർ n+1 n × പവർ 1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്താണ്? 1 +
എക്സിന് പകരം 1, x/n പവർ n, അപ്പോൾ e⁻1 വരും. ദെൻ ഇതിൻ്റെ ഫോർമുല എന്താണ്? n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ 1/n എന്ന് പറയുന്നത് എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? 0യിലോട്ടായിരിക്കും പോകുന്നത് അല്ലേ? ഡിനോമിനേറ്റർ മാത്രം വലുതായി വരികയാണ്. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0യിലോട്ടായിരിക്കും പോകുന്നത്. സോ 1 + 1/n ലിമിറ്റ് 1 × 1 + 0 വരും. സോ 1 വരും. അപ്പോൾ e⁻1 × 1 എന്ത് വരും? ഈ തന്നെ ആൻസർ വരും. ഇനി നമ്മൾ എന്ത് നോക്കണം? തന്നിരിക്കുന്ന ഓപ്ഷനിലേക്ക് നോക്കണം. അതാണോ തന്നിരിക്കുന്നതെന്ന്? ആസ് n → ∞, 1 + 1/n പവർ n+1 എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് തന്നെയാണ്? ഈയിലോട്ട് തന്നെയാണ് ടെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഓപ്ഷനാണെന്ന് മനസ്സിലായി. അടുത്ത ഓപ്ഷൻ നോക്കുക. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 1 + 1/n+1 പവർ n എന്ന് പറയുന്നതും ഈയിലോട്ട് പോവുമോ? ആസ് n → ∞ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ സെയിം പോലെ തന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇവിടെ n+1 വന്നാൽ പവർ n+1 തന്നെ വരണം, എന്നാലാണ് നമുക്ക് ഈയുടെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ പവർ n ആണ്. എന്നിനെ n+1 പവറിൽ വരാൻ എന്ത് ചെയ്യണം? നമ്മളൊരു 1 ആഡ് ചെയ്യുകയും 1 സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. ഇനി തൊട്ട് മുന്നത്തെ പ്രോബ്ലം പോലെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തു. 1 + 1/n+1 n+1 കൊടുത്തു. ദെൻ -1നെ 1 + 1/n+1 -1 എന്ന് എഴുതി. ഓക്കെ, a⁻m × a⁻n ഫോമിൽ എഴുതി. ഇത് നമ്മുടെ e⁻x ഫോർമുല. e⁻1 ആണ് ഇവിടെ കിടക്കുന്നത്. സോ 1ന്റെ ഫോർമുലയാണ്. ദെൻ ഇതോ ആസ് n → ∞, ഡിനോമിനേറ്റർ വലുതായി കൊണ്ടുവരും. സോ ഫ്രാക്ഷൻ 0യിലോട്ട് പോകും. സോ 1 + 0⁻1, അതായത് 1⁻1 1 തന്നെ വരും. സോ e⁻1 × 1 എന്ത് വരും? ഈ വരും ആൻസർ. അത് തന്നെയാണോ നമ്മുടെ ഓപ്ഷൻ എന്ന് നോക്കുക. സോ ഇവർ തന്നിരിക്കുന്നതും ഈ തന്നെയാണ്. സോ സെക്കൻഡ് ഓപ്ഷനും കറക്റ്റ് ആണ്. ഓക്കെ, ദെൻ തേർഡ് ഓപ്ഷൻ നോക്കുക. തേർഡ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇതാണ്. 1 + 1/n² → e ആണോന്ന് ചോദിച്ചിരിക്കുന്നത്. n → ∞. ഓക്കെ, അപ്പം നമ്മൾ അതും ചെയ്ത് നോക്കുകയാണ്. 1 + 1/n പവർ n നമുക്ക് വേണ്ടത്. ഇവിടെ n² ഉണ്ട്. സോ നമ്മൾ അതിനെ എന്ത് ചെയ്തു? 2 ആക്കി എഴുതി. 1 + 1/n പവർ n ഇട്ടു, അതിൻ്റെ പവറായിട്ട് n ഇട്ടു അല്ലേ? സോ ഇതിനകത്ത് ആദ്യം ഈ ലിമിറ്റിനായിരിക്കും സ്പീഡ് കൂടുതൽ. ഈ ലിമിറ്റ് ആദ്യം ഇയിലോട്ട് പോവും, ദെൻ n ഇൻഫിനിറ്റിയിലോട്ട് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഓരോ ലിമിറ്റും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഏറ്റവും ആദ്യം ഏതിലേക്ക് എത്തുന്നു അതനുസരിച്ചാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ ഇത് 1 + 1/n പവർ n ഈയിലോട്ട് പോകുന്നു. ദെൻ n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ അത് e⁻∞ ആവും. സോ അതെന്താവും? ഇൻഫിനിറ്റി ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കുക. 1 + 1/n പവർ n² ഈയിലോട്ട് പോകുന്ന അവർ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ നമുക്ക് ഇൻഫിനിറ്റിയിലോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണെന്ന് മനസ്സിലായി. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ നോക്കുക. 1 + 1/n² പവർ n എന്ന് പറയുന്നതും ഈയിലോട്ട് പോകുമെന്ന് നോക്കണ്ടേ. സെയിം പോലെ തന്നെ നോക്കുക. ഇവിടെ n² ആണ്, മേളിൽ n ആണ്. അപ്പം എന്ത് ചെയ്താൽ മതി? n² ഇട്ടിട്ട് ഒരു 1/n മേളിലിട്ടാൽ മതി അല്ലേ? അപ്പം ഇതെന്താ വരിക? 1 + 1/n² എന്ന് പറയുന്നത് ഈ വരും. 1/n എന്ന് പറയുന്നത് 0യിലോട്ട് പോകും. അപ്പോൾ e⁻0 എങ്ങോട്ടേക്ക് വരും? 1യിലോട്ട് വരും. ഇവിടെ തന്നേക്കുന്നത് e എന്നായിരുന്നു. സോ ഈ ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ ഇത് സി പാർട്ടിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ എയും കറക്റ്റാണ്, ഓപ്ഷൻ ബിയും കറക്റ്റാണ്. ഓക്കെ, അപ്പം നമുക്ക് 4.75 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അപ്പോൾ ഇത് രണ്ട് ഓപ്ഷനും കറക്റ്റാണ്. എയും ബിയും ആണ് കറക്റ്റായിട്ടുള്ള ആൻസറുകൾ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് വായിച്ചു നോക്കാം. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് a < c < b ആണ്. ഓക്കെ, അപ്പോൾ c എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള ഒരു റിയൽ നമ്പർ ആണ്. ദെൻ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുവാണ്. ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ നിന്ന് 6ിലോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ കൺസെപ്റ്റ് ഇതാണ്. എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് എവരി പോയിന്റ് ഓഫ് എ ബി മൈനസ് എറ്റ് സി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിലെ ഒരു പോയിന്റിലൊഴികെ വേറെ എല്ലാ പോയിന്റിലും ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. പിന്നെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് f' ഹാസ് എ ലിമിറ്റ് അറ്റ് സി. എഫ് സിയിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്നവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് f' സിയിൽ ഒരു ലിമിറ്റ് ഉണ്ടെന്നുള്ളതാണ്. ഈ കണ്ടീഷൻ വച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടുന്ന് പറയാൻ പറ്റുന്ന ആദ്യമേ തന്നെ നോക്കേണ്ടത്. ആദ്യമേ തന്നേക്കുന്നത് എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് സി ആവും. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് ഈ ഒരു ഇൻ്റർവെല്ലിൽ മൊത്തം എവിടെയാണെന്ന് പറയാം? ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തേത് എഫ് ഡിഫറൻഷ്യബിൾ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എഫ് ഡിഫറൻഷ്യബിൾ ആകണം സിയിലെന്ന് നിർബന്ധമൊന്നുമില്ല. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എഫ് ഡിഫറൻഷ്യബിൾ ആണ്, f' ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് f' ഓഫ് സിയോട് ഈക്വൽ ആണ്. ദെൻ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എഫ് ഡിഫറൻഷ്യബിൾ ആണ്, പക്ഷേ f' ഓഫ് സി എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി f' ഓഫ് എക്സിനോട് ഈക്വൽ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല.
ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എഫ് ഡാഷ് കണ്ടിന്യൂസ് ആണെങ്കിലാണ് ഈ ലിമിറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എഫ് ഡാഷിൻ്റെ കണ്ടിന്യൂറ്റി ഒന്നും നമുക്ക് ഇവിടുന്ന് കിട്ടണമെന്നില്ല. എഫ് ഡാഷിന് ലിമിറ്റ് അറ്റ് സി ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ലിമിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചാൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഉണ്ടെന്നേ ഉള്ളൂ. ആ ലിമിറ്റിന്റെ വാല്യൂ എഫ് ഡാഷ് ഓഫ് സിയോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇത് ഈക്വൽ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. എഫിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? എഫിന്റെ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഈക്വൽ ആണ്. എഫ് ഡാഷിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ്, ഇതാണ് എഫ് ഡാഷിന്റെ ഡെഫിനിഷൻ അല്ലേ. എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ബൈ എക്സ് മൈനസ് സി. സി പ്ലസിലും സി മൈനസിലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താണ്? ഇങ്ങനൊരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യും സിയില് എന്നുള്ളതാണ് നമ്മുടെ ഡിഫറൻഷ്യബിലിറ്റിയുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റ് ഓഫ് എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? നമ്മുടെ എഫ് സിയിൽ ഡിഫറൻഷ്യബിൾ ആണ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റാണ് നമുക്കിവിടെ നോക്കേണ്ടത്. അപ്പോൾ എഫ് ഡിഫറൻഷ്യബിൾ ആണ്. ഇപ്പം എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? നമുക്ക് എന്ത് കണ്ടീഷനാണ് തന്നേക്കുന്നത്? എഫ് ഡിഫറൻഷ്യബിൾ എക്സെപ്റ്റ് അറ്റ് സി ഇൻ എ ബി എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഇപ്പം ഒരു ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഒരു പോയിന്റിൽ ഒഴികെ വേറെ എല്ലായിടത്തും എഫ് ഡിഫറൻഷ്യബിൾ ആണ് എന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ എഫ് ഡാഷിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ എഫ് ഡിഫറൻഷ്യബിൾ ആണെന്ന് തന്നെയാണ് മീനിങ്. അതാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് ഓപ്ഷൻസ് നോക്കണം. നമുക്ക് കിട്ടിയേക്കുന്നത് എഫ് സിയിൽ ഡിഫറൻഷ്യബിൾ ആണ്. എഫ് നീഡ് നോട്ട് ബി ഡിഫറൻഷ്യബിൾ അല്ല. ഇവിടെ എഫ് ഡിഫറൻഷ്യബിൾ ആണ്, പക്ഷേ ഈ ലിമിറ്റ് എഫ് ഡാഷ് ഓഫ് സിയോട് ഈക്വൽ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എഫ് ഡിഫറൻഷ്യബിൾ ആണ്, പക്ഷേ എഫ് ഡാഷ് ഓഫ് സിയും ഈ ലിമിറ്റും ഈക്വൽ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പം മനസ്സിലായോ? നമുക്ക് എയും ഡിയും ഓപ്ഷൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്. വലിയ ഇതായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. ശരിക്കും ലിമിറ്റ് ഓഫ് എഫ് ഡാഷ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ഡെഫിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി വന്നിട്ടുള്ള ആ ഒരു ഡെഫിനേഷൻ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാനായിട്ട്. ഓക്കെ, then അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് സീരീസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നുള്ള പ്രോബ്ലം ആണ് കേട്ടോ. നമുക്ക് CSIR മാത്തമാറ്റിക്സിൻ്റെ സിലബസ് ഓൾറെഡി നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും നമുക്ക് ഏതൊക്കെ സെക്ഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്ന് മനസ്സിലാകും. സോ ഇതുപോലെയുള്ള പ്രോബ്ലംസ് കൂടുതൽ നോക്കുക. ഇതിനകത്ത് വന്നിരിക്കുന്ന റിസൾട്ടുകൾ പോലെയുള്ള എല്ലാ റിസൾട്ടുകളും പഠിക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോബ്ലം റിപ്പീറ്റ് ചെയ്ത് വരികയെന്നോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് സിലബസ് വളരെ തറവായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് നെറ്റിന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം തിയറി പാർട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, പ്രോബ്ലംസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. കുറേയധികം പ്രോബ്ലംസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് തിങ്കിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് അടുത്തടുത്ത ടെക്നിക്കുകൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ അടുത്ത പ്രോബ്ലം എ ഗ്രേറ്റർ ദാൻ 0 എന്ന് തന്നിട്ടുണ്ട്. സീരീസ് തന്നേക്കുന്ന ഇതാണ് സിഗ്മ എ റേസ് ടു ലോഗ് എൻ. അതിൻ്റെ കൺവർജൻസിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. എ റേസ് ടു ലോഗ് എൻ ഈസ് കൺവർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അപ്പോൾ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇയും 1/e ഒക്കെ വെച്ചിട്ടുള്ള ഓപ്ഷനാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺവർജൻസ് ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനു മുന്നേ നമുക്ക് സീരീസിൻ്റെ കൺവർജൻസിന് വേണ്ടിയിട്ട് പല ടെസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ പല സീരീസുകളുടെയും കൺവർജൻസ് നമുക്ക് അറിയുകയും ചെയ്യാം. എക്സാമ്പിൾ സിഗ്മ 1/n, സിഗ്മ 1/n², അതായത് സിഗ്മ 1/n⁻p ഒക്കെ നമുക്ക് ജനറൽ റിസൾട്ടുകളുണ്ട് അല്ലേ. സിഗ്മ 1/n⁻p എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ 1/n⁻p കൺവർജൻസ് എങ്ങനെയാണ് പറയുക? p ഗ്രേറ്റർ ദാൻ 1 മാത്രമായിരിക്കും ഇത് കൺവർജൻ്റ് ആവുള്ളൂ. വേറെ എല്ലായിടത്തും ഇത് എന്തായിരിക്കും? ഡൈവർജൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള റിസൾട്ടുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ സീരീസിൻ്റെ കൺവർജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടുന്ന ഓരോ ടെസ്റ്റുകളും നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം പഠിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് സീരീസിലൊരു പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൺവർജൻസ് നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാവും കറക്റ്റ് എന്ന് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ ഇയും 1/e ഒക്കെ വെച്ചിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്ഷനിൽ 0യുടെയും ഇയുടെയും ഇടയ്ക്കുള്ള എല്ലാ എകൾക്കും ഇത് കൺവർജൻ്റ് ആണെന്ന് കിട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ഇക്ക് സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഈ ഓപ്ഷൻ ശരിയാവാം. ഇവിടെ ഈക്വൽ ടു ഇല്ലല്ലോ. കൊടുത്തിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ തെറ്റാന്ന് പറയാം. കാരണം ഇവിടെ ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ ഇയിലും ശരിയാവണം എന്നാണ്. അപ്പോൾ കൊടുത്തിട്ട് നമുക്ക് കൺവർജൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 1/e കൊടുത്തിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാം അല്ലേ. പക്ഷെ നമുക്ക് അപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ രണ്ട് ഓപ്ഷനുകളിൽ നമുക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് കട്ട് ചെയ്ത് കളയാൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ നമുക്ക് കറക്റ്റാന്ന് പറഞ്ഞ് കിട്ടാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, 2.7 സംതിങ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്കുള്ളൊരു വാല്യൂ 1 കൊടുത്തു നോക്കാം. നമുക്ക് എളുപ്പമുള്ള ഒരു വാല്യൂ അല്ലേ. സിഗ്മ എ റേസ് ടു ലോഗ് എൻ. അപ്പോൾ എന്ത് വരും? എക്ക് 1 കൊടുത്താൽ സിഗ്മ 1 റേസ് ടു ലോഗ് എൻ വരും.
1 എന്ന് പറഞ്ഞാൽ 1 തന്നെ അല്ലേ. അപ്പോൾ സിഗ്മ 1 സിഗ്മ 1 എന്ന് പറയുന്നത് 1+1+1+ അങ്ങനെ പോവുകയാണ് അല്ലേ. ആ സം എന്തായാലും എന്താ വരിക, ഒരു ഫൈനൈറ്റ് സം വരില്ല, ഇൻഫിനിറ്റ് സമ്മേ വരുള്ളൂ. സോ ആ സീരീസ് എന്താണ്, ഡൈവേർജന്റ് ആണ്. ഒരു സീരീസ് ഡൈവേർജന്റ് ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ സമ്മ് ഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്താൽ അത്രയാണ് അത് കൺവേർജന്റ് ആവുള്ളൂ. അപ്പോൾ സിഗ്മ 1 എന്താണ്, ഡൈവേർജന്റ് ആണ്. ഇനി നമുക്ക് അപ്പോൾ 1ൽ ശരിയാകുന്നില്ല അല്ലേ, കൺവേർജൻസ് ഇല്ല. അപ്പോൾ 1 വരുന്ന ഇന്റർവെൽസ് ഒക്കെ നമുക്ക് കളയാം. ഓക്കെ, ഇതിനകത്ത് 1 വരും അല്ലേ, 0ക്ക് ഇക്ക് ഇടയ്ക്ക് 1 വരും, ഇതിനകത്തും 1 വരും. അപ്പോൾ നമ്മൾ ആ 2 എലിമിനേറ്റ് ചെയ്തു. ഇനി നമുക്ക് 1/e കൊടുത്തു നോക്കാം. രണ്ടിലും കോമൺ ആയിട്ട് വന്നേക്കുന്നത് 1/e ആണല്ലോ. ഒരെണ്ണത്തിൽ 1/eയോട് ഈക്വൽ ആണ്, ഒരിടത്തിൽ 1/e ഇല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1/e ചെക്ക് ചെയ്ത് നോക്കാം. എക്ക് പകരം 1/e കൊടുക്കുമ്പോൾ 1/e log n എന്ന് വരും അല്ലേ. ഈ നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് 1/e log n എഴുതാം. ഈ പവർ log n എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം, ഈ ലോഗും പോയിട്ട് ബാക്കി n എഴുതാം, സിഗ്മ 1/n. ഇപ്പം നമ്മുടെ പി സീരീസ് പറഞ്ഞ പോലെ സിഗ്മ 1/n എന്ന് പറയുന്നത് ഡൈവേർജന്റ് ആണ്. അപ്പോൾ എക്ക് 1/e കൊടുത്തു കഴിഞ്ഞാൽ കൺവേർജന്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ എന്താക്കാം, തെറ്റാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ബാക്കി ഏത് ഓപ്ഷനേ ഉള്ളൂ, സി ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ കൺവേർജന്റ് ആവണമെങ്കിൽ എ എന്ന് പറയുന്നത് 0ക്കും 1/eക്കും ഇടയ്ക്ക് വന്നാൽ മാത്രമാണ് കൺവേർജന്റ് ആവുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ റിയൽ അനാലിസിസിൽ സീക്വൻസുകളുടെ ലിമിറ്റ്, അതുപോലെ തന്നെ സീരീസുകളുടെ കൺവെർജൻസും ഡൈവർജൻസും, ദെൻ കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ഇതെല്ലാം നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് കൂടുതൽ സ്കോർ നമുക്ക് അല്ലെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന റീജിയൻസ് ആണ്. സോ അതെല്ലാം നമ്മുടെ മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്സിൽ വരുന്നതാണ്. സോ അതിനകത്തുള്ള കൂടുതൽ റിസൾട്ടുകൾ, അതുപോലെ തന്നെ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, തിയറത്തിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഡെഫിനീഷൻസ് എല്ലാം നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്ത് പഠിക്കുമ്പോഴും കറസ്പോണ്ടിങ് ഒരു എക്സാമ്പിളും കൂടി പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ നമുക്ക് കോംപ്ലക്സ് അനാലിസിസിലോട്ട് കിടക്കാം. കോംപ്ലക്സ് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന സെക്ഷൻ. ഓക്കെ, നമുക്ക് പല ടൈപ്പിൽ ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ ഫോർമുലകളും നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസിൽ വരുന്ന ഫോർമുലകളെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഇതല്ലാണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന അത്രയും ഇൻ്റഗ്രേഷനിലെ റിസൾട്ടുകൾ പഠിച്ചിരുന്നാലാണ് നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. സി എന്ന് പറയുന്നത് സർക്കിൾ ഓഫ് റേഡിയസ് 2 വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ അല്ലേ. അപ്പം നമ്മുടെ കോംപ്ലക്സ് പ്ലെയിനിൽ 0 സെൻറ്റർ ആക്കി വെച്ചുകൊണ്ട് 2 റേഡിയസ് വരുന്ന ഒരു സർക്കിളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓറിയൻറ്റഡ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, നമ്മുടെ നോർമൽ ഡെഫിനേഷനാണ്. ദെൻ ദ ഇൻ്റഗ്രൽ dz/z-1 the whole square dz എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫോർമുലകൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ചെയ്യാനായിട്ട് പറ്റും. ആദ്യമേ തന്നെ നമുക്ക് നോക്കേണ്ടത്, ഞാൻ റെസിഡ്യൂ ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. റെസിഡ്യൂ കണ്ടുപിടിച്ചിട്ട് ഇൻ്റഗ്രലിലോട്ട് എത്താനാണ് പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യമേ ഇതിൻ്റെ സിംഗുലാരിറ്റി ഏതാണെന്ന് നോക്കണം. ഫംഗ്ഷൻ്റെ സിംഗുലാരിറ്റി ഇത് നമുക്ക് dz മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 2 dz ഉണ്ട് അല്ലേ. ഇപ്പോൾ dz മതി നമുക്ക് കേട്ടോ. അപ്പോൾ dz മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എന്താണ്, 1/z-1 the whole square എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ അല്ലേ. 1/z-1 the whole square എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റ് ആയിരിക്കും സിംഗുലാരിറ്റി അല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആകുന്നത് 1 ആണ്, z 1 കൊടുത്താലാണ്. സോ z = 1 ആയിരിക്കും സിംഗുലാർ പോയിന്റ്. സോ ഇത് നമുക്ക് ഡിനോമിനേറ്ററിൻ്റെ 0 ആണ്, അതുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ പോളായിരിക്കും അത്. ഇനി നമുക്ക് എങ്ങനെയാണ് പോൾ ഓഫ് ഓർഡർ 2 എന്ന് പറയാൻ പറ്റുക? നമുക്ക് പോൾ ഓഫ് ഓർഡർ 2 പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കിൾ നമുക്ക് വേണം. അതിന് മുന്നേ നോക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ z = 1 എന്ന് പറയുന്നത് ഒരു സിംഗുലർ പോയിന്റ് ആണെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സർക്കിളിൻ്റെ ഉള്ളിൽ വരണം, നമ്മുടെ റീജിയൻ്റെ ഉള്ളിൽ വരണം അല്ലേ. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു പോയിന്റ് ആണ്. സോ നമ്മുടെ തന്നിരിക്കുന്ന റീജിയൻ്റെ ഉള്ളിൽ തന്നെയാണ് 1. സോ അതുകൊണ്ടാണ് നമ്മൾ സിംഗുലർ പോയിന്റ് ആണെന്ന് നമ്മൾ കൺഫേം ആയിട്ട് പറഞ്ഞത്. ഇതിൻ്റെ ഔട്ട്സൈഡ് ആണെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഈ ഫംഗ്ഷന് സിംഗുലാരിറ്റി ഉണ്ടായിരുന്നേ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി പോൾ ഓഫ് ഓർഡർ 2 എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെ പോൾ ഓഫ് ഓർഡർ 2 കണ്ടുപിടിക്കാം? ഇതിപ്പോൾ z1 എന്ന് പറയുന്നത് z-1 the whole square എന്ന് പറയുന്നതിൻ്റെ ഒരു 0 ആണ് അല്ലേ. 1 കൊടുത്താൽ അത് 0 ആയിപ്പോവും. കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. z-1 the whole squareൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? 2 × z-1 ആണ്. z = 1 കൊടുത്താൽ ഇത് 0 കിട്ടും. സോ ഫസ്റ്റ് ഡെറിവേറ്റീവിൽ ഇത് അഗെയിൻ 0 ആണ് 1ൽ, അതുകൊണ്ട് 1 അല്ല ഇതിൻ്റെ ഓർഡർ. ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2z ആണ് അല്ലേ. സെക്കൻഡ് ഡെറിവേറ്റീവ് 2z ആണ്. സോ z-ന് 1 കൊടുത്താൽ 2z 0 ആകില്ല, അതുകൊണ്ട് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ പോൾ ഓഫ് ഓർഡർ 2 ആണെന്നുള്ള തീരുമാനത്തിലെത്തിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? പോൾ കിട്ടി. ഇനി നമ്മൾ റെസിഡ്യൂ കണ്ടുപിടിക്കുന്നു, ഇൻ്റഗ്രേഷൻ്റെ ഫോർമുല എഴുതുന്നു. സോ നമുക്ക് റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. പല ഫോർമുലകളുണ്ട് കേട്ടോ. അതിൽ നമുക്കിപ്പോൾ വേണ്ട ഫോർമുല ഞാൻ എഴുതിയിരിക്കുന്നത്
നമ്മുടെ കെ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓർഡർ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 ആണ് വരിക. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു എ എന്ന് പറയുന്നത് നമ്മുടെ സിംഗുലാരിറ്റി കേട്ടോ 1. ദെൻ ഇസഡ് ടെൻസ് ടു എ ഡി ഡെറിവേറ്റീവ്സ് കെ മൈനസ് 1 ഡെറിവേറ്റീവ് ഇസഡ് മൈനസ് എ റേസ് ടു കെ ഇൻറ്റു എഫ് ഓഫ് ഇസഡ്. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇവിടെ 1/z-1 ഹോൾ സ്ക്വയർ ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. അത് യൂസ് ചെയ്തിട്ടുള്ള ഇന്റഗ്രേഷന്റെ റിസൾട്ട് ആണ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി സെഡ് എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ ഇവിടെ വന്നേക്കുന്നത് 1/z-1 ഹോൾ സ്ക്വയർ ഡി സെഡിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് 2πi ഇൻറ്റു റെസിഡ്യൂ ആണ്. അപ്പം നമുക്ക് 2πi ഇൻറ്റു റെസിഡ്യൂ കണ്ടുപിടിച്ച് നോക്കാം. റെസിഡ്യൂവിന്റെ ഫോർമുല കൊടുക്കുവാണ് 1/kക്ക് 2 കൊടുത്തു 2 - 1 1 ഫാക്ടോറിയൽ ലിമിറ്റ് z ടെൻസ് ടു 1. ഇവിടെ kക്ക് 2 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആവും 2 - 1. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് z-1 പവർ 2 ഫംഗ്ഷൻ 1/z-1 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും പോയി ഡെറിവേറ്റീവ് ഓഫ് 1 എന്ന് പറയുന്നത് 0 വരും. സോ മൊത്തത്തിൽ എന്ത് വരും 0 വരും. ദെൻ ഇന്റഗ്രേഷൻ 2πi ഇൻറ്റു റെസിഡ്യൂ എന്ത് വരും 2πi ഇൻറ്റു 0. ആൻസർ എത്ര വരും 0 വരും. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സിംഗുലാരിറ്റി വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, സിംഗുലാരിറ്റിയുടെ ഓർഡർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, റെസിഡ്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ആ റെസിഡ്യൂ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇന്റഗ്രേഷന്റെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് മാത്രമല്ല നമുക്ക് പല പ്രോബ്ലംസും പല മെത്തേഡിലായിരിക്കും ചെയ്യുക. അപ്പോൾ ഇനിയുള്ള മെത്തേഡ്സ് ഇന്റഗ്രേഷന്റെ റെസിഡ്യൂ കാണാനൊക്കെ വേറെ ഫോർമുലകളുണ്ട്. അതെല്ലാം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാനും പ്രോബ്ലംസ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നതും ഇന്റഗ്രേഷൻ തന്നെ. ഇന്റഗ്രേഷനിൽ നിന്നുള്ള പ്രോബ്ലംസ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കുറേയധികം തന്നെ അവൈലബിൾ ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു ലാംഡയൊക്കെ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ജസ്റ്റ് നമ്മളൊന്ന് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ലാംഡ കിട്ടുമായിരിക്കുമല്ലോ. അപ്പോൾ ഇതൊന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് എന്താണ് ഈ തന്നിരിക്കുന്ന ഗാമ എന്ന് നോക്കാം. ഗാമ എന്ന് പറയുന്നത് 3 × e⁻it ആണ് അല്ലേ. 3 × e⁻it എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് 0 മുതൽ 2π വരെയാണ് കറങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഒറ്റ റൊട്ടേഷനേ ഉള്ളൂ. ദെൻ 3 × e⁻it എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 ആണ് നമ്മുടെ ഇതിൻ്റെ റേഡിയസ്, 0 സെൻറ്റർ ആണ്. ഇങ്ങനെയാണ് നമ്മുടെ ഷേപ്പ്. ഓക്കെ, എന്തിനാണ് നമ്മൾ ഈ സർക്കിള് അല്ലെങ്കിൽ തന്നിരിക്കുന്ന റീജിയൻ വരയ്ക്കേണ്ട ആവശ്യം എന്താണ്? ഇതിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന പോയിന്റ്സ്, സിംഗുലാർ പോയിന്റ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ്റെ സിംഗുലാർ പോയിന്റ്സ് ആകുന്നുണ്ടോ, നമ്മുടെ റീജിയൻ്റെ ഉള്ളിൽ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ റീജിയൻ പ്ലോട്ട് ചെയ്യേണ്ടത് ആവശ്യം. ഈ ഫംഗ്ഷൻ്റെ z2 ആണ് പ്രശ്നം അല്ലേ. അപ്പോൾ z2 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. ഈ ഫംഗ്ഷനെ z² - 5z + 4 അതിനെ നമുക്കത് ഇങ്ങനെ എഴുതാം z - 4 × z - 1 എന്ന് എഴുതാം. അപ്പോൾ 4 എന്ന് പറയുന്നത് ഇതിൻ്റെ പുറത്താണ്. അപ്പോൾ 4ന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. 1 ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ 1ന് മാത്രമാണ് ഇവിടെ പ്രശ്നമുള്ളത്. അപ്പോൾ നമുക്ക് റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, റെസിഡ്യൂ ഫോർമുല ആണെങ്കിൽ റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇവിടെ 2-ലും ഇവിടെ 1-ലും മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റെസിഡ്യൂ ഫോർമുല അല്ല വേറൊരു ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് റിസൾട്ട്. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ വേറൊരു റിസൾട്ട് പറയുവാണ് 1/2πi f of z/z - z0 dz എന്ന് പറയുന്നത് എന്താണ് എഫ് ഓഫ് ഇസഡ് നോട്ടിനോട് തുല്യമാണ്. അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z/z - z0. അപ്പോൾ ഒരൊറ്റ പവർ ഇവിടെ ഉള്ളൂ അല്ലേ. z - z0 റേസ് ടു 1 ആണ്. z0 എന്ന് പറയുന്നത് നമ്മുടെ സിംഗുലാരിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് 2πi × f of z0 ആയിരിക്കും. അപ്പോൾ ഇതെന്താണ് ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ നമുക്ക് കോൺസ്റ്റന്റ് ലാംഡേനെ മാറ്റാം. അപ്പോൾ 2πi × f of z0 അതായത് f of 2 വരും. അപ്പോൾ ലാംഡ × 2πi f of 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഇവിടെ ലാംഡ തന്നെ ഉള്ളൂ അല്ലേ, വേറെ ഒന്നുമില്ല ഫംഗ്ഷൻ. അല്ലെങ്കിൽ 1 എന്ന് എടുക്കാം. സോ f of 2 എന്ന് പറയുന്നത് നമുക്ക് 1 തന്നെയായിരിക്കും. സോ ലാംഡ × 2πi ആണ് ലെഫ്റ്റ് സൈഡിലുള്ള ആൻസർ. ദെൻ റൈറ്റ് സൈഡിൽ നോക്കണം അല്ലേ. റൈറ്റ് സൈഡിൽ ഇതാണ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ്റെ 1 മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷനെ ഇങ്ങനെ മനസ്സിലാക്കാം. 1/z-4നെ നമുക്ക് ഡിനോമിനേറ്ററിൽ ഇടാം, ന്യൂമറേറ്ററിൽ ഇടാം. ദെൻ ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് z-1 എടുക്കാം. ഇനി നമുക്ക് ഇൻ്റഗ്രേഷനായിട്ട് കമ്പയർ ചെയ്യാലോ. എഫ് ഓഫ് ഇസഡിന് പകരം കിടക്കുന്നത് ഇതാണ് അല്ലേ. z - z0ന് പകരം കിടക്കുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് 2πi × f of 1 z0 1 ആണ്. ഓക്കെ, 2πi × f of 1 എന്ത് വരും? ഇതാണ് നമ്മുടെ f of z അല്ലേ, 1/z - 4. അപ്പോൾ ഇസഡിന് 1 കൊടുത്താൽ 1/-3 വരും അല്ലേ. അപ്പോൾ -1/3 വരും. ഇനി നമ്മൾ എന്താ ചെയ്യുക, ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റുകളൊന്ന് ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാംഡ എന്ത് കിട്ടും, -1/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ വേറൊരു ഇൻ്റഗ്രേഷൻ്റെ ഫോർമുലയാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഈ എഫ് ഓഫ് ഇസഡ് ഇങ്ങനെ എടുക്കുന്നത്, സിംഗുലാരിറ്റി എങ്ങനെ വരും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതനുസരിച്ചിട്ട് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ലെറ്റ് ഡി ബി ദ ഓപ്പൺ യൂണിറ്റ് ഡിസ്ക് സെൻറ്റേഡ് അറ്റ് 0. ഇപ്പോൾ ഒറിജിൻ സെൻറ്റർ ആക്കി വെച്ചുകൊണ്ട് 1 യൂണിറ്റ് ഉള്ള റേഡിയസ് ഉള്ള സർക്കിളാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഓപ്പൺ ഡിസ്ക് ആണ്.
എഫ് നമ്മൾ ഓപ്പൺ ഡിസ്കിൽ നിന്ന് സിയിലോട്ടുള്ള ഒരു ഫംഗ്ഷനാണ്, അനലറ്റിക് ഫംഗ്ഷനാണ്. യു പ്ലസ് ഐ വി ആണ്, റിയൽ പാർട്ട് യു ആണ്, ഇമാജിനറി പാർട്ട് വി ആണ്. സോ നമുക്കറിയാവുന്നത് അനലറ്റിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് സി ആർ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് യു വി എന്ന് പറയുന്ന രണ്ടെണ്ണവും ഹാർമോണിക് ഫംഗ്ഷൻസ് ആയിരിക്കും, ലാപ്ലേസ് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അപ്പം തന്നെ വരണം. ദെൻ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് സിഗ്മ എ എൻ ഇസഡ് റേസ് ടു എൻ ആണ്, പവർ സീരീസ് എക്സ്പാൻഷൻ ആണ് എഫ് ഓഫ് ഇസഡിന്റെ. ഇതാണ് നമ്മുടെ പവർ സീരീസ് എക്സ്പാൻഷൻ. അപ്പോൾ എ എൻ ആണ് ഇസഡ് റേസ് ടു എന്നിന്റെ കോഎഫിഷ്യൻസ് വരിക കേട്ടോ. അപ്പോൾ A1 A2 അങ്ങനെ അങ്ങനെ പോകുന്നുണ്ടാകും. A0 മുതൽ നമുക്ക് എടുക്കാം, A0 A1 അങ്ങനെയായിരിക്കും നമ്മുടെ ഈ കോഎഫിഷ്യൻസ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എഫ് കോൺസ്റ്റന്റ് ഇഫ് എന്ന് പറഞ്ഞേക്കുന്നത്, അതായത് എഫ് കോഞ്ചുഗേറ്റ് അനലറ്റിക് ആണെങ്കിൽ എഫ് കോൺസ്റ്റന്റ് ആയിരിക്കുമോ? യു ഓഫ് 1/2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു ഓഫ് ഇസഡ് ആണെങ്കിൽ എഫ് കോൺസ്റ്റന്റ് ആയിരിക്കുമോ? ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ എഫ് കോൺസ്റ്റന്റ് ആയിരിക്കുമോ? ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എഫ് കോൺസ്റ്റന്റ് ആയിരിക്കും. 4 കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതുണ്ട് അല്ലേ. ആദ്യമേ തന്നെ എഫ് കോഞ്ചുഗേറ്റ് അനലറ്റിക് എന്നുള്ള കൺസെപ്റ്റ് എടുക്കുക. അപ്പം ആദ്യമേ എഫ് യു പ്ലസ് ഐ വി ആണ്, അങ്ങനെയാണെങ്കിൽ എഫ് കോഞ്ചുഗേറ്റ് എന്തായിരിക്കും? യു മൈനസ് ഐ വി ആയിരിക്കും. നമുക്ക് അനലറ്റിക് ഇക്വേഷൻസ് എടുക്കാം. സോ അനലറ്റിക് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്ന് കിട്ടും അല്ലേ. ഇവിടെയാണെങ്കിലോ യു എക്സ് ഈക്വൽ ടു ഇവിടെ മൈനസ് വി ആണ്, സോ മൈനസ് വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സിൽ ഇവിടെ നെഗറ്റീവ് ഉള്ള കാരണം വി എക്സ് ആയി. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് യു എക്സ് ഈക്വൽ ടു 0, യു വൈ ഈക്വൽ ടു 0, അതുപോലെ തന്നെ വി എക്സ് ഈക്വൽ ടു 0, വി വൈ ഈക്വൽ ടു 0 എന്ന് പറയും. സോ യു എക്സ് 0, യു വൈ 0 ആണെങ്കിൽ യു എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ, ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട്. സോ ഇതുപോലെ തന്നെ നമുക്ക് വി കോൺസ്റ്റന്റ് ആണെന്ന് പറയാം, യുവും വിയും കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ എന്താന്ന് പറയാം? അനലറ്റിക് ഫംഗ്ഷൻ ആണെന്ന് പറയാം. അപ്പം ഇതാണ് നമുക്ക് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആകാനുള്ള ഒരു കണ്ടീഷനാണ് എഫ് കോഞ്ചുഗേറ്റ് അനലറ്റിക് എന്നുള്ള കണ്ടീഷൻ. ഓക്കെ, എഫ് കോഞ്ചുഗേറ്റ് അനലറ്റിക് എന്ന് തന്നതുകൊണ്ടാണ് നമ്മളിത് ഇതുപോലെയുള്ള സി ആർ ഇക്വേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചത്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ നോക്കാം അല്ലേ. അടുത്തത് യു ഓഫ് 1/2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു ഓഫ് ഇസഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? ഡൊമൈനിലുള്ള എല്ലാ പോയിന്റ്സിനേക്കാളും 1/2ന്റെ ഇമേജ് ആണ് ഏറ്റവും വലുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാക്സിമം യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 1/2 എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും യുവിൻ്റെ മാക്സിമം വാല്യൂ. അപ്പം യു മാക്സിമം അറ്റൈൻ ചെയ്യുന്നത് 1/2 മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് മാക്സിമം മോഡുലസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. ഒരു ഫംഗ്ഷൻ അതിൻ്റെ മാക്സിമം അറ്റൈൻ ചെയ്യുന്നത് അനലറ്റിക് ഫംഗ്ഷൻ ആയാലും ഇത് ഹാർമോണിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി ആയാലും അനലറ്റിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി ആയാലും സെയിം ആണ്. ആ ഫംഗ്ഷൻ ബൗണ്ടറിയിലാണ് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുള്ളൂ. പക്ഷെ ഇവിടുത്തെ ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ ഡിസ്ക് ആണ് അല്ലേ. ഓപ്പൺ ഡിസ്ക് യൂണിറ്റ് ഡിസ്ക് ആണ്. സോ നമ്മുടെ സർക്കിൾ യൂണിറ്റ് സർക്കിൾ ആണ് അതിൻ്റെ ബൗണ്ടറി. പക്ഷെ ഇത് 1/2 മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഫംഗ്ഷൻ ബൗണ്ടറിയിലല്ല മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്തെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ് മാക്സിമം മോഡുലസ് പ്രിൻസിപ്പിൾ പറയുന്നത്. സോ ഈ ഫംഗ്ഷൻ 1/2 ബൗണ്ടറിയിലല്ല അറ്റൈൻ ചെയ്യുന്നത്. സോ യു എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. നമുക്ക് വേറെ റിസൾട്ട് ഉണ്ട്. ഒരു ഫംഗ്ഷന്റെ റിയൽ പാർട്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തായിരിക്കും? ആ ഫംഗ്ഷൻ തന്നെയും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് യു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എഫിനെ നമുക്ക് കോൺസ്റ്റന്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷനും എന്താണ് ഉണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ അടുത്തത് സി പാർട്ട് അല്ലേ. എൻ ഈക്വൽ ടു 0 വരുന്ന എന്നുകൾ എടുത്തു എന്ന് വിചാരിക്കാം. അത് ഇൻഫിനിറ്റ് സെറ്റ് ആണെങ്കിൽ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം അല്ലേ. ഞാൻ എടുക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇസഡ് സ്ക്വയർ ആണെന്ന് വിചാരിച്ചോ. ഇസഡ് സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ഇങ്ങനെയാണ്: 0 പ്ലസ് 0z പ്ലസ് 1z സ്ക്വയർ പ്ലസ് വേറെല്ലാം 0 ആണ് അല്ലേ. 1z സ്ക്വയർ പ്ലസ് 0z ക്യൂബ് പ്ലസ് എക്സെട്ര. ഇങ്ങനെയാണല്ലോ നമ്മളിതിൻ്റെ എക്സ്പാൻഷൻ എഴുതാം. അതായത് A0 0, A1 0, A2 0 അല്ല A3 0 അങ്ങനെ പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ AN 0 ആയിട്ടുള്ള എന്നുകൾ ഇവിടെ ഏതൊക്കെയാണ്? n എലമെൻറ്റ് ഓഫ് n എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 0 വേണ്ട. 1, 3, 4, 5 അങ്ങനെയുള്ളതെല്ലാം ആണ് അല്ലേ. ആ സെറ്റ് ഇൻഫിനിറ്റ് സെറ്റ് ആണ് അല്ലേ. പക്ഷെ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണോ? ഫംഗ്ഷൻ ഇവിടെ എന്താ? ഇസഡ് സ്ക്വയർ ആണ്. അത് നമുക്ക് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അല്ല. സോ നമ്മുടെ സി ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. കുറേ ഇൻഫിനിറ്റ് എന്നുകൾ 0 ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, കോൺസ്റ്റന്റ് ആകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, പക്ഷേ എല്ലായ്പ്പോഴും അത് കോൺസ്റ്റന്റ് ആയിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതേ നമുക്ക് എന്ത് നോക്കാം? അടുത്തത് നോക്കാം അല്ലേ. അതും ഇൻ്റഗ്രേഷൻ തന്നെ പറഞ്ഞേക്കുന്നത് അല്ലേ. ഏതോ ഒരു ഇൻ്റഗ്രേഷൻ 0 ആണ്.
ഏത് റീജിയൻ തന്നേക്കുന്നത്? മോഡ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞേക്കുന്നത്. അത് എവിടെയായിരിക്കും വരിക? മോഡ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് സർക്കിൾ ഉണ്ട്. 1/2 വെച്ചിട്ട് നമ്മളൊരു സർക്കിൾ എടുത്തു. സോ മോഡ് എ ഗ്രേറ്റർ ദാൻ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും, എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ എ ഉണ്ടാവുക. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഒരു നടുക്കുള്ള പോർഷൻ അല്ല, ഈ ബാക്കിയുള്ള പോർഷനിലായിരിക്കും, എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ ഏത് പോയിന്റ് ഉണ്ടാവുക? എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവുക. ഓക്കെ, അതാണ് നമ്മുടെ റീജിയൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, അങ്ങനെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എഫ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ബൈ ഇസഡ് മൈനസ് എ സ്ക്വയർ എന്ന് പറയുന്നത് 0 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതൊരു റിസൾട്ടാണ്, ഇൻ്റഗ്രേഷൻ്റെ അടുത്ത റിസൾട്ടാണ്. എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ റേസ് ടു n+1 ഡി ഇസഡ് എന്ന് പറയുന്ന എഫ് എൻ ഓഫ് എ ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു 2πi ആണ്. ഇവിടെ n+1 പകരം 2 വന്നേക്കുന്നത്, അപ്പോൾ n1 അല്ലേ. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു 2πi ബൈ 1 ഫാക്ടോറിയൽ വരും. സോ ഇത് ഈക്വൽ ടു 0 കണ്ടീഷൻ ഇവിടെ തന്നിട്ടുണ്ട്. സോ അതിൻ്റെ മീനിങ് റൈറ്റ് സൈഡും 0 ആണ്. എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു 2πi 0 ആണ്. എഫ് ഡാഷ് ഓഫ് എ 0 ആണ്. അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന പോയിന്റിലെ ഫംഗ്ഷൻ എന്താണ്? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. ഐഡന്റിറ്റി തിയറം പറയുന്നത് ഇതാണ്. നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, എഫും ജിയും. എഫും ജി എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസും അനലറ്റിക് ഫംഗ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോയിന്റ്, ഒരു സെറ്റിൽ എഫും ജിയും ഈക്വൽ ആണ് എന്ന് കിട്ടുകയാണ്. അതുപോലെ തന്നെ ആ സെറ്റിൽ ഒരു അക്യുമുലേഷൻ പോയിന്റും ഉണ്ട് നമ്മുടെ ഡൊമൈനിലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഡൊമൈനിൽ ഫുള്ളായിട്ട് എഫും ജിയും ഈക്വൽ ആണെന്ന് പറയാം. അതാണ് നമ്മുടെ ഐഡന്റിറ്റി തിയറം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐഡന്റിറ്റി തിയറത്തിൽ ഈ ജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജി എഫ് ഓഫ് എ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജി ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐഡന്റിറ്റി തിയറം അനുസരിച്ചിട്ട് എഫ് എല്ലായിടത്തും എന്തായിരിക്കും? ആ കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഐഡന്റിറ്റി തിയറം ആണ് പഠിച്ചേക്കുന്നത്. സോ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നതും എഫ് കോൺസ്റ്റന്റ് ആണ്. സോ ഇത്രയും ഇതിൻ്റെ മീനിങ് എന്താണ്? സോ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ ആവശ്യമുണ്ട്, തിയറംസ് ആവശ്യമുണ്ട് അല്ലേ. ഇപ്പോൾ കോംപ്ലക്സിൻ്റെ പ്രത്യേകത ഇതാണ്, നമുക്ക് ഓരോ തിയറംസും നമ്മൾ എന്തിന് അപ്ലൈ ചെയ്യുന്നുണ്ടാവും? പ്രോബ്ലംസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ റിയൽ കോംപ്ലക്സ് ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക എന്നാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത 2 പേപ്പറുകൾ നോക്കാം ഇനി. അപ്പോൾ ഇനി അടുത്തതായി നമ്മൾ ലീനിയർ ഓൾജിബ്രയിലെയും അബ്സ്ട്രാക്ട് ഓൾജിബ്രയിലെയും മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക് ഏതൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് മാധു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ഡി ബി എ നോൺ സീറോ n by n റിയൽ മെട്രിക്സ് വിത്ത് n greater than or equal to 2. Which of the following implication is valid? Option 1, determinant of d equal to 0 implies rank of d is equal to 0. Determinant of d is equal to 1 implies rank of d not equal to 1. Rank of d is equal to 1 implies determinant of d not equal to 0, and rank of d is equal to n implies determinant of d not equal to 1. അപ്പോൾ റാങ്കും ഡിറ്റർമിനൻറ്റും തമ്മിലുള്ള റിലേഷൻ ഒക്കെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്ത് മെട്രിക്സ്? ഒരു നോൺ സീറോ n by n റിയൽ മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ റാങ്കും അതുപോലെ തന്നെ ഡിറ്റർമിനൻറ്റും റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. നിങ്ങൾക്കറിയാം റാങ്ക് എന്താണെന്നുള്ളത്, നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം. നമ്മൾ മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഉള്ള നമ്പർ ഓഫ് നോൺ സീറോ റോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ മെട്രിക്സിൻ്റെ റാങ്ക് കിട്ടും. അല്ലെങ്കിൽ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസോ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ്, പല ഡെഫിനേഷനുണ്ട് റാങ്കിന് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് ഈ റാങ്കും അതുപോലെ തന്നെ ഡിറ്റർമിനൻറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. ഓക്കെ, ലെറ്റ് എ ബി ആൻ n by n മെട്രിക്സ്. ഓക്കെ, റാങ്ക് ഓഫ് എ ഇമ്പോർട്ടൻ്റ് ആണ്. റാങ്ക് ഓഫ് എ equal to n if and only if determinant of a not equal to 0. Okay, rank of a equal to n if and only if determinant of a not equal to 0. Okay, ഇനി അടുത്തത് ഇപ്പോൾ സീറോ മെട്രിക്സിന് മാത്രമാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്, സീറോ മെട്രിക്സ്. ഓക്കെ, രണ്ടാമത്തത് സീറോ മെട്രിക്സ്. ഇഫ് എ is equal to a zero matrix, then rank of a is equal to 0 ആയിരിക്കും. സീറോ മെട്രിക്സിന് മാത്രമാണ് റാങ്ക് എന്ന് പറയുന്നത് എന്താവുള്ളൂ? 0 ആവുള്ളൂ. ഇനി ഇപ്പോൾ എ എന്ന് പറയുന്നത് അതൊരു നോൺ സീറോ മെട്രിക്സ് ആണെങ്കിൽ ദെൻ റാങ്ക് ഓഫ് എ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സീറോ മെട്രിക്സിന് മാത്രമാണ് റാങ്ക് എന്താവുള്ളൂ? റാങ്ക് 0 ആകുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ക്ലിയർ ആണ്, ഡി എന്ന് പറയുന്നത് ഒരു നോൺ സീറോ മെട്രിക്സ് ആണ്. സോ റാങ്ക് എന്ന് പറയുന്നത് എന്താവില്ല? എന്തായാലും 0 ആവില്ല. ഇനി നമുക്ക് ഈ ഓപ്ഷൻ എ നമുക്കൊരു കൗണ്ടർ എക്സാമ്പിളിലൂടെ തെറ്റാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ടേക്ക് ഡി ഈസ് ഈക്വൽ ടു
matrix 1 1 0 0. Okay, here determinant of D equal to determinant എന്താണ് 0 ആണ് അല്ലേ. ഇനി ഇവിടുത്തെ റാങ്ക് എന്താ? റാങ്ക് ഓഫ് ഡി എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ്. ഇവിടെ റാങ്ക് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഈ ഓപ്ഷൻ എ എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റും. ഈ സെയിം എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സി ഒന്ന് നോക്കാം. ഓപ്ഷൻ സി പറഞ്ഞിട്ടുള്ള എന്താണ്? റാങ്ക് ഓഫ് ഡി ഈസ് ഈക്വൽ ടു 1 ഇംപ്ലൈസ് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഡിയുടെ റാങ്ക് എന്താണ്? റാങ്ക് 1 ആണ് അല്ലേ. റാങ്ക് ഓഫ് ദിസ് മെട്രിക്സ് ഈസ് 1. പക്ഷേ ഡിറ്റർമിനന്റ് നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? 0 ആണ്. സോ ഓപ്ഷൻ സി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും? തെറ്റാണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ സപ്പോസ് നമുക്ക് ഓപ്ഷൻ ഡി ഒന്ന് വെരിഫൈ ചെയ്യാം. ഡി ഈസ് ഈക്വൽ ടു ഞാൻ എടുക്കുന്ന മെട്രിക്സ് 1 1 0 1 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ റാങ്ക് എന്ത് വരും? റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ്. എത്ര ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഉണ്ട്? ഈ 2 റോസും എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമുക്കൊന്ന് നോക്കാം. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്താണ്? ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. ഡിറ്റർമിനന്റ് 1 ആണ്. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിന്റെ റാങ്ക് എന്താണ്? ഫുൾ റാങ്ക് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? റാങ്ക് ഓഫ് ഡി എന്ന് പറയുന്നത് ഈ മെട്രിക്സിന്റെ റാങ്ക് എന്താണ്? 2 ആണ് അല്ലേ. റാങ്ക് ഓഫ് ദിസ് മെട്രിക്സ് ഈസ് 2 ഇംപ്ലൈസ് ഡിറ്റർമിനന്റ് ഓഫ് ഡി നോട്ട് ഈക്വൽ ടു 1. പക്ഷേ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്താ? ഡിറ്റർമിനന്റ് 1 ആണ് അല്ലേ. റാങ്ക് 2 ആണ്, ഡിറ്റർമിനന്റ് 1 ആണ്. സോ ഇതെന്താ? ഇത് തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. സോ ഓട്ടോമാറ്റിക്കലി ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഏതൊരു എക്സാം നോക്കിക്കഴിഞ്ഞാലും റാങ്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. അപ്പോൾ റാങ്ക് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Let W be the vector space of all real polynomials of degree at most 3. Define T from W to W by T of P of X is equal to P dash of X, where P dash is the derivative of P. The matrix of T in the basis 1x, x square, x cube considered as column vectors is given by. ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ W എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ വെക്ടർ സ്പേസ് ഓഫ് ഓൾ റിയൽ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി അറ്റ്മോസ്റ്റ് 3. അറ്റ്മോസ്റ്റ് 3 ഉള്ള റിയൽ പോളിനോമിയൽസിൻ്റെ ഒരു കളക്ഷനാണ് നമ്മുടെ ഇവിടുത്തെ വെക്ടർ സ്പേസ് W എന്ന് പറയുന്നത്. ഇനി T എന്ന് പറയുന്നത് ഒരു ലീനിയർ മാപ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഡബ്ല്യുവിൽ നിന്ന് ഡബ്ല്യുവിലേക്ക്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഇതിലെ എലമെൻസിൻ്റെ ഡെറിവേറ്റീവിലേക്കാണ് ഇതിനെ മാപ്പ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതൊരു പോളിനോമിയലാണ്. ആ പോളിനോമിയലിൻ്റെ ഡെറിവേറ്റീവിലേക്കാണ് ഈ ഫംഗ്ഷൻ മാപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മെട്രിക്സ് ഓഫ് ടി ആണ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ബേസിസ് 1x, x സ്ക്വയർ, x ക്യൂബ്. ഓക്കെ, അപ്പോൾ രണ്ടും ഡബ്ല്യുവിൽ നിന്ന് ഡബ്ല്യുവിലേക്കുള്ളതാണ്. അപ്പോൾ രണ്ടിൻ്റെ ബേസിസ് എന്താണ്? 1x, x സ്ക്വയർ, x ക്യൂബ് ആണ്. W എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് 3 ഡിഗ്രി ഉള്ളൊരു വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതിലെ ഓരോ ആളുകളുടെയും എന്ത് കണ്ടുപിടിക്കുക? ഓരോ ആളുകളുടെയും ഇമേജ് കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് ഫസ്റ്റ് നമ്മൾ ടി ഓഫ് 1 കണ്ടുപിടിക്കുക. ടി ഓഫ് 1 അപ്പോൾ 1 ആണ് നമ്മുടെ ഇവിടുത്തെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. നമ്മൾ പി ഓഫ് എക്സിനെ എവിടേക്ക് മാപ്പ് ചെയ്തിട്ടുള്ളത്? പി ഡാഷ് ഓഫ് എക്സിനകത്തേക്ക്. അപ്പോൾ 1നെ എവിടേക്ക് മാപ്പ് ചെയ്യും? 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0 ആണ്. എന്നിട്ട് ഈ കിട്ടിയ ഇമേജിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. ഇതിലെ ബേസിസ് എന്ത് തന്നെയാണ്? 1x, x സ്ക്വയർ, x ക്യൂബ് തന്നെയാണ്. സോ നമ്മൾ ഇതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് 0നെ എങ്ങനെ എഴുതാം? 0 × 1 പ്ലസ് 0 × x പ്ലസ് 0 × x സ്ക്വയർ പ്ലസ് 0 × x ക്യൂബ് എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഇനി അടുത്ത എലമെൻറ്റിൻ്റെ ഇമേജ് കണ്ടുപിടിക്കുക. അടുത്ത എലമെൻ്റ് ആരാണ്? എക്സ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1നെ ഇനി എന്ത് ചെയ്യണം? നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഈ ബേസിസ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 1 × 1 പ്ലസ് 0 × x പ്ലസ് 0 × x സ്ക്വയർ പ്ലസ് 0 × x ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, അടുത്തത് എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഇമേജ് കണ്ടുപിടിക്കുക. എക്സ് സ്ക്വയറിൻ്റെ ഇമേജ് എന്താ? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 2x. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഈ കിട്ടിയ 2xനെ നമ്മൾ 1x, x സ്ക്വയർ, x ക്യൂബിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. അതായത് 0 × 1 പ്ലസ് 2 × x പ്ലസ് 0 × x സ്ക്വയർ പ്ലസ് 0 × x ക്യൂബ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞു അടുത്തൊരു എലമെൻറ്റ് കൂടി ഉണ്ട് നമ്മുടെ എക്സ് ക്യൂബ്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3x സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വീണ്ടും 0 × 1 പ്ലസ് 0 × x പ്ലസ് 3 × x സ്ക്വയർ പ്ലസ് 0 × x ക്യൂബ്. ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ
കോൺസ്റ്റൻസ് ഇല്ലേ, ഈ കോയഫിഷ്യൻസ് 0 0, ആ കോയഫിഷ്യൻസിനെ നമ്മൾ കോളമായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ കോയഫിഷ്യൻസ് ഏതൊക്കെയാണ്? 0 0 0 0 ആണ്. അപ്പോൾ ആദ്യം മെട്രിക്സ് ഓഫ് ടി നമ്മൾ എഴുതുമ്പോൾ 1ൻ്റെ ഇമേജ് കണ്ടുപിടിച്ചതിനെ നമ്മൾ എന്ത് ചെയ്തു? ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി. അപ്പോൾ കിട്ടിയ ആ സ്കെയിലാസ്, ആ കോയഫിഷ്യൻസിനെ നമ്മൾ കോളമായിട്ട് അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റിലത്തേൽ കംപ്ലീറ്റ്ലി നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? 0 ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ 0 0 നമ്മൾ എഴുതി. ഇനി അടുത്തത് എന്താ? അടുത്തത് ഇതാണ്. ഇതിൽ ഏതാണ് കോയഫിഷ്യൻസ്? 1 0 0 0. അപ്പോൾ അതിനെ കോളമായിട്ട് അറേഞ്ച് ചെയ്യുക. 1 0 0 0. ഓക്കെ. ഇനി അടുത്തത് x² നമുക്ക് 2x ആണ്. 2xനെ നമ്മൾ ലീനിയർ കോമ്പിനേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. അത് 0 2 0 x, അതാണ് കോയഫിഷ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനെ കോളമായിട്ട് അറേഞ്ച് ചെയ്യുക. 0 2 0 0. ഓക്കെ. അടുത്തത് എന്താ വരിക? ഇതിൻ്റെ കോയഫിഷ്യൻസ് അല്ലേ? അപ്പോൾ 0 0 3 0. അപ്പം ഇങ്ങനെയാണ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ വരുന്നത്. സോ ഏത് ആൻസറാണ് കറക്റ്റ്? ഏത് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഒന്ന് നോക്കിക്കേ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സപ്പോസ് ദ മെട്രിക്സ് എ is equal to 40 -29 -11 -18 30 -12 26 24 -50 has a certain complex number lambda not equal to 0 as an eigenvalue. Which of the following numbers must also be eigenvalue of A? ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതിൻ്റെ റോസ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഈ എയുടെ ഏഗൻ വാല്യൂ ആവാൻ ചാൻസ് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും ഏഗൻ വാല്യൂ ആവുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ മെട്രിക്സിൻ്റെ റോസിൻ്റെ സം എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. 40 -29 -29 -11 നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആണ്. അപ്പോൾ ഈ റോയുടെ സം എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഇതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. -18 30 -12, ഇതിൻ്റെ റോ സം എന്ന് പറയുന്നത് 0 ആണ്. ഇതിൻ്റെയും റോ സം എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഒരു മെട്രിക്സിലെ റോ സം സെയിം ആയിട്ട് വരികയാണെങ്കിൽ അത് ആ മെട്രിക്സിൻ്റെ ഒരു ഏഗൻ വാല്യൂ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ കേസിനകത്ത് ഇവിടെ റോ സം നമുക്ക് എന്താ കിട്ടിയത്? 0 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റും എന്താണ്? ഈ 0 എന്ന് പറയുന്നത് ഈ മെട്രിക്സിൻ്റെ ഒരു ഏഗൻ വാല്യൂ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും കേട്ടോ. അതാണ് ഫസ്റ്റത്തെ. അപ്പോൾ ഇപ്പോൾ എന്താണ്? 3/3 മെട്രിക്സ് ആണ്. സപ്പോസ് അതിൻ്റെ ഏഗൻ വാല്യൂസ് λ1 λ2 λ3 ആണ് അതിൻ്റെ ഏഗൻ വാല്യൂസ് എന്ന് കരുതുക. അതിൽ ഒരു ഏഗൻ വാല്യൂ നമുക്ക് കിട്ടി. λ1 = 0 എന്ന് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് ഏഗൻ വാല്യൂസിൻ്റെ സം എന്തിനോട് ഈക്വൽ ആണ്? സം ഓഫ് ഏഗൻ വാല്യൂ ഈസ് ഈക്വൽ ടു ട്രേസ് ഓഫ് ദാറ്റ് മെട്രിക്സ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിറ്റർമിനൻറ്റിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ട്രേസ് ഓഫ് എ എന്താ നമുക്ക് കിട്ടുന്നത്? ട്രേസ് ഓഫ് എ 40 + 30 + -50 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 20 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ എടുത്തിട്ടുള്ള ഏഗൻ വാല്യൂസ് λ1 + λ2 + λ3 എന്ന് പറയുന്നത് എന്താണ്? 20 ആണ് അല്ലേ? ഇതിൽ ഒരു ഏഗൻ വാല്യൂ λ1 എന്താണ്? λ1 എന്ന് പറയുന്നത് 0 ആണ്. സോ λ2 + λ3 എന്തിനോട് ഈക്വലാ? 20നോട് ഈക്വൽ ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഏഗൻ വാല്യൂ, ഇപ്പോൾ സപ്പോസ് λ3നെ നമുക്ക് എങ്ങനെ എഴുതാം? 20 - λ2 എന്ന് എഴുതാൻ പറ്റും. അതായത് 20 - ഒരു λ എന്ന് പറയുന്നത് മസ്റ്റായിട്ടും എന്തായിരിക്കും? ഇതിൻ്റെ ഏഗൻ വാല്യൂ ആയിരിക്കും. ആ ഒരു ഓപ്ഷൻ എവിടെയുണ്ട്? ഓപ്ഷൻ സി. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അബ്സ്ട്രാക്ട് ആൾജിബ്രയിലെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. ലെറ്റ് G be a simple group of order 168. How many elements of order 7 does it have? ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അല്ലേ? സിമ്പിൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ഗ്രൂപ്പിന്, ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് സിമ്പിൾ ഗ്രൂപ്പ് എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഹാസ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ നോർമൽ സബ് ഗ്രൂപ്പ്. ഇതാണ് ഡെഫിനേഷൻ, സിമ്പിൾ ഗ്രൂപ്പിൻ്റെ ഡെഫിനേഷൻ. അതായത് പ്രോപ്പറായിട്ടും ഉള്ള ഒരു നോൺ ട്രിവിയൽ നോർമൽ സബ് ഗ്രൂപ്പ് ആർക്കുണ്ടാവില്ല? ജിക്ക് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പിനെ നമുക്ക് സിമ്പിൾ ഗ്രൂപ്പ് എന്ന് പറയാം. അതായത് ഈ ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് സിമ്പിൾ ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആകെയുള്ള നോർമൽ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പും അതുപോലെ തന്നെ ആരാണ്? ഐഡൻറ്റിറ്റി എലമെൻറ്റ്
വച്ചിട്ടുള്ള ഗ്രൂപ്പും അത് മാത്രമാണ് നോർമൽ സബ് ഗ്രൂപ്പായിട്ട് ഉണ്ടായിരിക്കുക. വേറൊരു സബ് ഗ്രൂപ്പും എന്താവില്ല, നോർമൽ സബ് ഗ്രൂപ്പ് ആവില്ല. അതാണ് സിമ്പിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് എത്ര 7 ഓർഡർ എലമെൻറ്റ്സ് ഈ ഗ്രൂപ്പിന് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രൂപ്പിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്തൊന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ 168 ആണ് നമ്മുടെ നമ്പർ. 168നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 7 ആണ്. 2 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 7. ഇനി നമ്മുടെ സൈലോ തിയറം നമ്മൾ യൂസ് ചെയ്യാൻ പോവാം. നമുക്ക് 7 ഓർഡർ എലമെൻറ്റ്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു p⁻1 ഇൻറ്റു m എന്ന് പറയുന്ന ഒരു ഫോമിൽ വന്നിട്ടുണ്ട്. നമുക്ക് സൈലോ 7 യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ടുള്ളത് ഇതിൻ്റെ 7 ഓർഡർ എലമെൻറ്റ്സിൻ്റെ. അപ്പോൾ ഇങ്ങനെ p⁻1 ഇൻറ്റു m എന്ന് പറയുന്ന ആ ഒരു ഓർഡർ ആണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്യാം? NP ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈലോ പി സബ് ഗ്രൂപ്പ്. NP എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് സൈലോ പി സബ് ഗ്രൂപ്പ് ആണ് അല്ലേ. അത് എന്തിനോട് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും? നമ്പർ ഓഫ് p ഓർഡർ എലമെൻറ്റ്സ് ഡിവൈഡഡ് ബൈ phi ഓഫ് p-നോട് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ NP എന്തിനോട് ഈക്വൽ ആണ്? NP ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് p ഓർഡർ എലമെൻറ്റ്സ് ഡിവൈഡ് ബൈ phi ഓഫ് p. ഈ NP നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ നമ്പർ ഓഫ് p ഓർഡർ എലമെൻറ്റ്സ് നമുക്ക് ഇവിടെ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് n7 ഈക്വൽ ടു നമ്പർ ഓഫ് 7 ഓർഡർ എലമെൻറ്റ്സ് ഡിവൈഡഡ് ബൈ phi ഓഫ് 7. ഇത് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഈ ക്വസ്റ്റ്യന് ആൻസർ കണ്ടെത്തുക. അപ്പോൾ നമുക്ക് എന്ത് വേണം? n7 വേണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ n7 ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 168 ആയിരുന്നു. 168ന് നമ്മൾ 2 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 7 അല്ലേ, ഇങ്ങനെയാണ് എഴുതിയത്. അപ്പോൾ നമുക്ക് n7 കണ്ടുപിടിക്കണം. n7 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് അത് ആരെ ഡിവൈഡ് ചെയ്യണം? ഈ ബാക്കിയുള്ള ഈ ആളുകളെ ഡിവൈഡ് ചെയ്യണം. അതായത് 2 ക്യൂബ് ഇൻറ്റു 3. ദിസ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം? പോസിബിലിറ്റി. n7ൻ്റെ പോസിബിലിറ്റീസ് ഏതൊക്കെയാണ് വരിക? ഇതിൻ്റെ ഡിവൈസേഴ്സ് 1 വരും. n7 ക്യാൻ ബി 1. പിന്നെ അടുത്ത് എന്ത് വരും? 2 സ്ക്വയർ. പിന്നെ അടുത്തത് 2 ക്യൂബ്. പിന്നെ ഇത് വരും 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 6 വരും. ദെൻ 4 ഇൻറ്റു 3 എന്ന് പറയുന്നത് 12 വരും. പിന്നെ 24 ഇത്രയായിരിക്കും വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ ഏതാണ് n7 ആവുക എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഏത് കാര്യം കൂടി നമ്മൾ നോക്കണം? n7 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 7 സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇതിൽ ഏതൊക്കെയാണെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 1 നമ്മൾ നോക്കുകയാണ്. ഇവിടെ n7ൻ്റെ സ്ഥാനത്ത് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ? 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 7. സോ 1 എന്താണ്? ഓക്കെ ആണ്. ഓക്കെ, ഇനി അടുത്ത് 2 ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 2-ൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 7 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 0 കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പോസിബിൾ ആണോ? അല്ല. ഓക്കെ, അതുപോലെ 2 സ്ക്വയർ എന്ന് പറയുന്ന 4 ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 7. അതുപോലെ തന്നെ 8 ഈസ് കോൺഗ്രുവൻറ്റ് ടു 8നെ നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. അല്ലെങ്കിൽ 8 മൈനസ് 1നെ 7 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 0 ആണ്. സോ 2 ക്യൂബ് ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആകെ 2 ആളുകൾ മാത്രമേ ഈ ഒരു കോൺഗ്രുവൻസ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് എന്ത് പറയാം? n7 എന്ന് പറയുന്നത് 1ഉം അല്ലെങ്കിൽ 8 ആയിരിക്കും ആകുക. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് പിടികിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ n7 ഈക്വൽ ടു 1 അല്ലെങ്കിൽ 8 ആയിരിക്കും നമുക്ക് കിട്ടുക. 1 or 8. ഇനി 1ഉം 8ഉം ഇതിൽ ഏതാണ് പോസിബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കണം. n7 അല്ലെങ്കിൽ NP ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? ഒരൊറ്റ സൈലോപ്പി സബ് ഗ്രൂപ്പേ ഉള്ളൂ. ഇത് ഒരൊറ്റ സൈലോപ്പി സബ് ഗ്രൂപ്പ് ഉള്ളൂ എങ്കിൽ ആ ഗ്രൂപ്പ് എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. ആ ഒരു കാര്യം കൂടി ഓർക്കുക. അതായത് 7 ഓർഡറിലുള്ള ഒരു നോർമൽ സബ് ഗ്രൂപ്പ് അതിനുണ്ടായിരിക്കും. എന്ത്? n7 ഈസ് ഈക്വൽ ടു 1 ആവുകയാണെങ്കിൽ 7 ഓർഡറിലുള്ള ഒരു നോർമൽ സബ് ഗ്രൂപ്പ് നമുക്കുണ്ടായിരിക്കും. പക്ഷെ അത് പോസിബിൾ അല്ല. കാരണം G എന്ന് പറയുന്ന ഗ്രൂപ്പ് സിമ്പിൾ ആയതുകൊണ്ട് അതിനകത്ത് വേറെ പ്രോപ്പറായിട്ട് വരുന്ന നോർമൽ സബ് ഗ്രൂപ്പ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ n7 എന്താവാൻ പറ്റില്ല? 1 ആവാൻ പറ്റില്ല. അപ്പോൾ n7 പിന്നെ ആരേ ആവുള്ളൂ? n7 എന്ന് പറയുന്നത് 8 ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് n7 കിട്ടി, 8 ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എഴുതിയ ഇക്വേഷൻ ഇതായിരുന്നു. n7 ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ്
7 order elements divided by 5 or 7 അല്ലേ? അപ്പോൾ നമുക്ക് n7 കിട്ടി. n7 8 ആണ്. ഇനി 5 of 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 5 of p എന്ന് പറയുന്നത് p മൈനസ് 1 ഈക്വൽ ആണ്. അപ്പോൾ 5 of 7 എന്തിനോട് ഈക്വൽ ആണ്? 5 of 7 ഇസ് ഈക്വൽ ടു 6 ഈക്വൽ ആണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് 7 order elements divided by 6. ദിസ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് 7 order elements എന്തിനോട് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും? 8 into 6 ഈക്വൽ ആണ്. അതായത് 48. നമ്പർ ഓഫ് 7 order elements എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആണ്, 48 ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോൾ സിമ്പിൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നു, അതുപോലെ തന്നെ നമ്മുടെ സൈലോ തിയറം വന്നു കേട്ടോ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് സബ് ഫീൽഡ് ഓഫ് എ ഫീൽഡ് ഓഫ് കാർഡിനാലിറ്റി 2⁻100 ഈസ്. ഇപ്പോൾ ഇവിടെ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഫൈനൈറ്റ് ഫീൽഡാണ് തന്നിട്ടുള്ളത്. ആ ഫൈനൈറ്റ് ഫീൽഡിന് എത്ര സബ് ഫീൽഡ് ഉണ്ടാകുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഒരു റിസൾട്ട് ഉണ്ട്. സപ്പോസ് എഫ് ഒരു ഫൈനൈറ്റ് ഫീൽഡാണ്. ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ അതിൻ്റെ ഓർഡർ എന്താണ്? p⁻n ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓർഡറുള്ളൊരു ഗ്രൂപ്പിന് എത്ര സബ് ഫീൽഡ്, ഗ്രൂപ്പല്ല ഫീൽഡിന് എത്ര സബ് ഫീൽഡ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ എന്നിൻ്റെ ഡിവൈസേഴ്സ് എത്ര ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അതായത് നമ്പർ ഓഫ് സബ് ഫീൽഡ് ഓഫ് എഫ് ഈക്വൽ ടു എന്താണ്? ഡി ഓഫ് എൻ, അതായത് നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ഓഫ് എൻ, എന്നിൻ്റെ ഡിവൈസേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്നിന് എത്ര ഡിവൈസേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ആ എന്നിന് എത്ര ഡിവൈസേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്നിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോൾ p1 പവർ n1, p2 പവർ n2 എക്സെട്ര pr പവർ nr. ഇതാണ് നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷൻ എങ്കിൽ ഡി ഓഫ് എൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യണത് ഇതാണ്. എന്നിൻ്റെ പവേഴ്സ്, പ്രൈംസിൻ്റെ പവേഴ്സ് നമ്മൾ നോക്കും. എന്താണ്? n1. ആ n1ൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, 1 ആഡ് ചെയ്യും. അപ്പോൾ n1 + 1, അടുത്ത് എന്ത് വരും? n2 + 1 എക്സെട്ര nr + 1. ഇതായിരിക്കും എന്നിൻ്റെ ഡിവൈസേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ 100ന് എത്ര ഡിവൈസേഴ്സ് ഉണ്ടെന്ന് നോക്കണം. എന്നാൽ നമുക്ക് 2⁻100 എന്ന് പറയുന്ന കാർഡിനാലിറ്റി ഉള്ള ഫീൽഡിന് എത്ര സബ് ഫീൽഡ് ഉണ്ടെന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഡി ഓഫ് 100 വേണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഡി ഓഫ് 100 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 100നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യും. 100നെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 4 × 25, അതായത് 2² × 5² എന്നായിരിക്കും നമുക്ക് കിട്ടുക. 2² × 5². അപ്പോൾ ഇതിലെ പവേഴ്സ് ഏതൊക്കെയാണ്? രണ്ടും 2 ആണ്. ഓക്കെ, അപ്പോൾ 2 + 1 × 2 + 1 ഇതായിരിക്കും വരുന്നത്. 2 + 1 × 2 + 1 എന്ന് പറയുന്നത് 3 × 3 = 9. അപ്പോൾ 9 സബ് ഫീൽഡ് ആയിരിക്കും ഈ 2⁻100 കാർഡിനാലിറ്റി ഉള്ള ഫീൽഡിന് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഗ്രൂപ്പ് ഹോമോമോർഫിസം ഫ്രം ദ സിമെട്രിക് ഗ്രൂപ്പ് S3 to Z/6Z ഈസ്. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് S3യിൽ നിന്ന് എന്താണ്? Z6നകത്തേക്കുള്ള നമ്പർ ഓഫ് ഗ്രൂപ്പ് ഹോമോമോർഫിസം വേണം കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ SNൽ നിന്ന് ZMനകത്തേക്ക് എത്ര ഹോമോമോർഫിസം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ എമ്മിനെ നോക്കുക. ഓക്കെ, എം ഈവൻ ആകുകയാണെങ്കിൽ 2 ഹോമോമോർഫിസംസ് ഉണ്ടായിരിക്കും. 2 ഗ്രൂപ്പ് ഹോമോമോർഫിസംസ് ഉണ്ടായിരിക്കും. ഓക്കെ, എം ഓഡ് ആവുന്ന കേസിനകത്താണെങ്കിൽ 1 ഗ്രൂപ്പ് ഹോമോമോർഫിസം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു റിസൾട്ട് ഓർത്ത് വയ്ക്കുക. SNൽ നിന്ന് ZMനകത്തേക്ക് നമ്പർ ഓഫ് ഗ്രൂപ്പ് ഹോമോമോർഫിസം പറയുന്നത് നമ്മൾ ഈ എമ്മിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എം ഈവൻ ആണെങ്കിൽ 2 ഗ്രൂപ്പ് ഹോമോമോർഫിസവും എം ഓഡ് ആവുകയാണെങ്കിൽ 1 ഗ്രൂപ്പ് ഹോമോമോർഫിസം ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? Z/6Z ഈസ് ഐസോമോർഫിക് ടു Z6. അപ്പോൾ ഇതെന്ന് പറയുന്നത് S3യിൽ നിന്ന് Z6നകത്തേക്കുള്ളൊരു ഹോമോമോർഫിസം ആണ്. അപ്പോൾ 6 എന്താണ്? 6 എന്ന് പറയുന്നത് ഈവൻ ആണ്. സോ ഈവൻ ആയതുകൊണ്ട് എം ഈവൻ ആവുകയാണെങ്കിൽ 2 ഗ്രൂപ്പ് ഹോമോമോർഫിസം ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. സോ നമ്മൾ ഇത്രയും പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്.